നമസ്കാരം. +2 ഫിസിക്സിലെ നാലാമത്തെ ഫാസ്റ്റ് റിവിഷൻ ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ നാലാമത്തെ ചാപ്റ്ററായ മൂവിങ് ചാർജസ് ആൻഡ് മാഗ്നറ്റിസം ഈ ചാപ്റ്ററാണ് പഠിക്കാൻ പോകുന്നത്. ബേസ്ഡ് ഓൺ ഫോക്കസ് ഏരിയ ടോപ്പിക്സ്, ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുത്ത് പഠിക്കേണ്ട ടോപ്പിക്കുകൾ, നാലാമത്തെ ചാപ്റ്ററിലെ ഇങ്ങനെയുള്ള ടോപ്പിക്കുകൾ ബേസ് ചെയ്തുകൊണ്ടുള്ളതാണ് ഈ ക്ലാസ്. കഴിഞ്ഞ 3 ചാപ്റ്ററുകളുടെ ഇതേപോലെ ഫോക്കസ് ഏരിയ ടോപ്പിക്സ് ബേസ് ചെയ്തുകൊണ്ടുള്ള റിവിഷൻ ക്ലാസ്സിൻ്റെ ലിങ്കുകൾ ഈ വീഡിയോയുടെ അവസാന ഭാഗത്ത് ഡിസ്ക്രിപ്ഷനിലും ആയിട്ട് കൊടുത്തിട്ടുണ്ട്. അത് കാണാത്തവർ അതുകൂടി പ്രയോജനപ്പെടുത്തുക. ഈ ചാപ്റ്ററിലെ ഫോക്കസ് ഏരിയ ടോപ്പിക്സ് ഏതൊക്കെയാണെന്ന് നോക്കാം. മാഗ്നറ്റിക് ഫോഴ്സ്, മാഗ്നറ്റിക് ഫീൽഡ് ഡ്യൂ ടു എ കറന്റ് എലമെൻറ്റ്, ബയോ-സാവേർട്ട് ലോ, magnetic field on the axis of a circular current loop, Ampere's circuital law, solenoid and toroid. Magnetic force എന്താണെന്ന് നോക്കാം. A charge moving in a magnetic field B with a velocity v experiences a force F equal to qv cross B. അതായത് മാഗ്നറ്റിക് ഫീൽഡിൽ മൂവ് ചെയ്യുന്ന ഒരു ചാർജ് എക്സ്പീരിയൻസ് ചെയ്യുന്ന ഫോഴ്സാണ് മാഗ്നറ്റിക് ഫോഴ്സ് എന്നറിയപ്പെടുന്നത്. ഇറ്റ് ഈസ് ഓൾസോ നോൺ ആസ് മാഗ്നറ്റിക് ലോറൻസ് ഫോഴ്സ്. ഇക്വേഷൻ എഫ് ഈക്വൽ ടു ക്യു വി ക്രോസ് ബി. എഫ് ഫോഴ്സാണ്, ക്യു ചാർജ്, വി വെലോസിറ്റി, ബി മാഗ്നറ്റിക് ഫീൽഡ്. ഈ ഫോഴ്സിനെ തന്നെയാണ് മാഗ്നറ്റിക് ലോറൻസ് ഫോഴ്സ് എന്ന് പറയുന്നത്. നൗ ഡയറക്ഷൻ ഈസ് പെർപെൻഡിക്കുലർ ടു ദ പ്ലെയിൻ കണ്ടെയ്നിങ് വെലോസിറ്റി ആൻഡ് മാഗ്നറ്റിക് ഫീൽഡ്. വെലോസിറ്റിക്കും മാഗ്നറ്റിക് ഫീൽഡിനും പെർപെൻഡിക്കുലർ ആയിട്ടായിരിക്കും ഈ ഫോഴ്സ് ആക്ട് ചെയ്യുന്നത്. ഇനി ചില സ്പെഷ്യൽ കേസസ് കൺസിഡർ ചെയ്യാം. ഒന്ന് ചാർജ് അറ്റ് റെസ്റ്റ്. ചാർജ് അറ്റ് റെസ്റ്റ് മീൻസ് വി ഈക്വൽ ടു 0. വി ഈക്വൽ ടു 0 ആയിക്കഴിഞ്ഞാൽ എഫ് ഈക്വൽ ടു ക്യു വി ക്രോസ് ബി, അപ്പോൾ ഫോഴ്സ് 0 ആയിരിക്കും. രണ്ടാമത് വി പാരലൽ ടു ബി, അതായത് വെലോസിറ്റി പാരലൽ ടു magnetic field. If the charge is moving parallel to the magnetic field, then theta, angle theta equal to 0. അപ്പോൾ എഫ് ഈക്വൽ ടു ക്യു വി ക്രോസ് ബി എന്നത് എഫ് ഈക്വൽ ടു ക്യു വി ബി സൈൻ തീറ്റയാണ്. തീറ്റ 0 ആകുമ്പോൾ സൈൻ 0 0. അപ്പോൾ വീണ്ടും എഫ് ഈക്വൽ ടു 0 എന്ന് കിട്ടും. അപ്പോൾ ഈ 2 സ്പെഷ്യൽ കേസസ് ഓർത്ത് വെക്കണം. കൂടുതലൊന്നുമില്ല. എഫ് ഈക്വൽ ടു ക്യു വി ക്രോസ് ബി എന്നുള്ള ഇക്വേഷൻ ഓർക്കുക. ദെൻ എഫ് 0 ആവുന്നത്, ഫോഴ്സ് 0 ആവുന്ന 2 കേസസ്, ഒന്ന് ചാർജ് അറ്റ് റെസ്റ്റ്, രണ്ടാമത് ഇഫ് ദ ചാർജസ് മൂവിങ് പാരലൽ ടു ദ മാഗ്നറ്റിക് ഫീൽഡ്. ഇനി എപ്പോഴാണ് മാഗ്നറ്റിക് ലോറൻസ് ഫോഴ്സ് മാക്സിമം ആവുന്നത് നോക്കുക. വെൻ വെലോസിറ്റി ഈസ് പെർപെൻഡിക്കുലർ ടു മാഗ്നറ്റിക് ഫീൽഡ്, അതായത് വെൻ ചാർജസ് മൂവിങ് പെർപെൻഡിക്കുലർ ടു മാഗ്നറ്റിക് ഫീൽഡ്, ദ മാഗ്നറ്റിക് ലോറൻസ് ഫോഴ്സ് ഈസ് മാക്സിമം. Maximum value when theta equal to 90 degree and the value is F equal to QVB. Now we'll consider Lorentz force. If a charge is moving in the presence of both electric field and magnetic field, the total force F equal to QE plus QV cross B. ഈ ഫോഴ്സാണ് ലോറൻസ് ഫോഴ്സ് എന്ന് അറിയപ്പെടുന്നത്. അതായത് ഇലക്ട്രിക് ഫീൽഡും മാഗ്നറ്റിക് ഫീൽഡും ഉള്ള ഒരു റീജിയനിലൂടെ ഒരു ചാർജ് പാർട്ടിക്കിൾ മൂവ് ചെയ്യുകയാണെങ്കിൽ അത് എക്സ്പീരിയൻസ് ചെയ്യുന്ന ടോട്ടൽ ഫോഴ്സാണ് ലോറൻസ് ഫോഴ്സ്. ക്യു ഇ എന്ന് പറയുന്നത് ഫോഴ്സ് ഡ്യൂ ടു ഇലക്ട്രിക് ഫീൽഡ്, ക്യു വി ക്രോസ് ബി ഈസ് ഫോഴ്സ് ഡ്യൂ ടു മാഗ്നറ്റിക് ഫീൽഡ്. ദിസ് ടോട്ടൽ ഫോഴ്സ് ഇസ് കോൾഡ് ലോറൻസ് ഫോഴ്സ്. അടുത്ത മാഗ്നറ്റിക് ഫോഴ്സ് ഓൺ എ കറന്റ് ക്യാരിയിങ് കണ്ടക്ടർ. ഇക്വേഷൻ ഇസ് F equal to IL cross B. I current, L length of the conductor, B magnetic field. അതിൽ product of current and length, that is known as current element. Okay, current element എന്ന് പറയുന്ന product of current and length of the conductor. അത് vector quantity ആയിട്ടാണ് കൺസിഡർ. Direction perpendicular to length and magnetic field. നെക്സ്റ്റ് ഇസ് ബയോ-സാവേർട്ട് ലോ. ബയോ-സാവേർട്ട് ലോ മാഗ്നറ്റിക് ഫീൽഡ്, ഒരു കറണ്ട് ക്യാരിയിങ് കണ്ടക്ടർ കൊണ്ടുള്ള മാഗ്നറ്റിക് ഫീൽഡ് കണ്ടുപിടിക്കാൻ യൂസ് ചെയ്യുന്ന ലോ ആണ്. ആ സ്റ്റേറ്റ്മെൻറ്റ് നോക്കൂ. ദ മാഗ്നിറ്റ്യൂഡ് ഓഫ് മാഗ്നറ്റിക് ഫീൽഡ് ഡി ബി ഇസ് പ്രപ്പോർഷണൽ ടു ദ കറണ്ട് എലമെൻറ്റ് ഐ ഡി എൽ ആൻഡ് ഇൻവേഴ്സ്ലി പ്രപ്പോർഷണൽ ടു സ്ക്വയർ ഓഫ് ഡിസ്റ്റൻസ്. അപ്പോൾ പ്രപ്പോർഷണൽ ടു കറൻറ്റ്, പ്രപ്പോർഷണൽ ടു ലെങ്ത് രണ്ടും കൂടി വരുന്നുണ്ട് കറണ്ട് എലമെൻറ്റ് എന്ന് നമ്മൾ പറയുമ്പോൾ. ഇൻവേഴ്സ്ലി പ്രപ്പോർഷണൽ ടു സ്ക്വയർ ഓഫ് ഡിസ്റ്റൻസ്. അതിൻ്റെ ഒരു മാത്തമാറ്റിക്കൽ ഫോമും കൂടി പഠിച്ചിരിക്കണം. ദാറ്റ് ഈസ് ഡി ബി പ്രപ്പോർഷണൽ ടു ഐ ഡി എൽ ക്രോസ് ആർ ബൈ ആർ ക്യൂബ് ഓർ ഡി ബി ഈക്വൽ ടു മ്യൂ 0 by 4 pi
IDL ക്രോസ് R by R cube. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള റിലേഷനാണ്. DB equal to mu0 by 4 pi IDL ക്രോസ് R by R cube. ആ mu0 by 4 pi എന്ന് പറയുന്ന കോൺസ്റ്റൻറ്റ് ഓഫ് പ്രൊപ്പോർഷണാലിറ്റി ആണ്. ഇറ്റ്സ് വാല്യൂ ഇസ് 10⁻⁻⁷. ടെസ്ല മീറ്റർ പെർ ആംപിയർ ആണ്. ടെസ്ല മീറ്റർ പെർ ആംപിയർ. mu0 by 4 pi എന്നുള്ളതിൻ്റെ SI യൂണിറ്റ്. And mu0 is known as permeability of free space. Okay. ഇനി ബയോ-സാവർട്ട് ലോ ആൻഡ് കൂളോംസ് ലോ ഒന്ന് കമ്പയർ ചെയ്ത് നോക്കാം. both are long range, then both depend inversely on square of distance. രണ്ടും long range ആണ്, means depends on square of distance inversely. രണ്ടാമത് കൂളോംസ് ലോ അല്ലെങ്കിൽ കൂളോംസ് ലോ ഉപയോഗിച്ചിട്ട് നമുക്ക് ഇലക്ട്രിക് ഫീൽഡ് ആണ് കിട്ടുക. ബയോ-സാവർട്ട് ലോ ഉപയോഗിച്ചിട്ട് നമുക്ക് മാഗ്നറ്റിക് ഫീൽഡ് ആണ് കിട്ടുക. Then Coulomb's law is independent of angle. Bio-Savart law depends on angle. Then electric field in the source nu parayunnathu scalar source aanu. It's electric charge. And magnetic field is produced by vector source, which is ideal current element. Adana vector source aanu. Magnetic field produce cheyyunnathu, electric field produce cheyyunnathu scalar source aanu. At the magnetic field on the axis of a circular current loop. ഒരു സർക്കുലർ കറണ്ട് ക്യാരിയിങ് കോയിൽ പ്രൊഡ്യൂസ് ചെയ്യുന്ന മാഗ്നറ്റിക് ഫീൽഡ്. ഈ ഫിഗർ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, പഠിക്കുക. അതുപോലെ തന്നെ അതിൻ്റെ ഡെറിവേഷനും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്, അതും നന്നായിട്ട് പഠിച്ചു വെക്കണം. സോ DB മാഗ്നറ്റിക് ഫീൽഡ് at P due to small element, that is mu0 by 4 pi IDL by R square, then which can be written as mu0 by 4 pi IDL by X square plus R square in terms of X and R. എല്ലാം ഫിഗറിൽ മാർക്ക് ചെയ്തിട്ടുണ്ട്, ലേബലിംഗ് ശ്രദ്ധിക്കുക. ദെൻ നമുക്കറിയാം അതിൽ ഒരു കമ്പോണൻറ്റ് എക്സ് കമ്പോണൻറ്റ് മാത്രമാണുള്ളത്. വെൻ യു കൺസിഡർ ദി എൻറ്റയർ കോയിൽ, ദ വൈ കമ്പോണൻറ്റ് വിൽ ബി ക്യാൻസൽഡ് ഓഫ് and the net magnetic field at P due to the entire coil given by B equal to mu0 I R square divided by 2 into x square plus r square whole raised to 3/2. അവിടെ നമ്മൾ കൊസൈൻ കമ്പോണൻറ്റ് മാത്രമാണ് കൺസിഡർ ചെയ്തത്, സൈൻ കമ്പോണൻറ്റ് ക്യാൻസൽ ചെയ്തു. ഈ ഫൈനൽ എക്സ്പ്രഷൻ നിർബന്ധമായിട്ടും പഠിച്ചിരിക്കണം, വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇനി അതിലൊരു സ്പെഷ്യൽ കേസ് കൺസിഡർ ചെയ്യാം, ദാറ്റ് ഈസ് മാഗ്നറ്റിക് ഫീൽഡ് അറ്റ് ദ സെൻറ്റർ ഓഫ് ദി സർക്കുലർ കോയിൽ. ഈ സർക്കുലർ കോയിലിൻ്റെ സെൻറ്റർ പോയിന്റിലുള്ള മാഗ്നറ്റിക് ഫീൽഡ് ഇൻറ്റൻസിറ്റി, അതിൻ്റെ ഇക്വേഷൻ B equal to mu0 I divided by 2R. സെൻറ്ററിൽ എക്സ് ഈക്വൽ ടു 0 എന്നാണ് കിട്ടുക. ആ ഫിഗർ നോക്കിയാൽ മനസ്സിലാവും. സെൻറ്റർ പോയിന്റിൽ എക്സ് ഈക്വൽ ടു 0, അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ B equal to mu0 I by 2R. ഇനി ഇഫ് യു ഹാവ് n ടേൺസ് ഇൻ ദ കോയിൽ, ഇവിടെ നമ്മൾ n കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. അപ്പോൾ n ടേൺസിൻ്റെ കേസിൽ ഇക്വേഷൻ ഫോർ പോയിൻറ്റ് P ഓൺ ദി ആക്സിസ് B equal to mu0 ni r square by 2 into x square plus r square raised to 3/2. At the center, if there are n turns in the coil, B equal to mu0 ni by 2R. അടുത്തത് ആംപിയർ സർക്യൂട്ടൽ ലോ states that the line integral of magnetic field B around any closed curve is equal to mu0 times the net current passing through the surface. വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, സ്റ്റേറ്റ്മെൻറ്റ് നിർബന്ധമായിട്ട് പഠിച്ചിരിക്കുക. അതിൻ്റെ ഒരു മാത്തമാറ്റിക്കൽ ഇക്വേഷനും കൂടി പഠിക്കണം, അതായത് ക്ലോസ്ഡ് ഇൻ്റഗ്രൽ B.dl ഈക്വൽ ടു mu0 I. ഈ ഒരു മാത്തമാറ്റിക്കൽ ഫോം, ഇപ്പോൾ ആംപിയർ സർക്യൂട്ടൽ ലോ സ്റ്റേറ്റ്മെൻറ്റ് ചോദിച്ചു കഴിഞ്ഞാൽ ഈ ഒരു മാത്തമാറ്റിക്കൽ ഫോം എഴുതിയാലും നിങ്ങൾക്ക് മുഴുവൻ മാർക്കും കിട്ടും. അപ്പോൾ അതുകൊണ്ട് അതും കൂടി പഠിച്ചു വെക്കുക. ക്ലോസ്ഡ് ഇൻ്റഗ്രൽ B.dl ഈക്വൽ ടു mu0 I. അടുത്ത ടോപ്പിക്ക് സോളിനോയിഡ് ആണ്. സോളിനോയിഡ് നമുക്കറിയാം വളരെ നീളം കൂടിയ വയറ് ചുറ്റുകളായി സജ്ജീകരിച്ചിട്ടുള്ളതാണ് സോളിനോയിഡ്. സോളിനോയിഡിൻ്റെ മാഗ്നറ്റിക് ഫീൽഡ് കണ്ടുപിടിക്കാൻ നമ്മൾ ഉപയോഗിക്കുക ആംപിയർ സർക്യൂട്ടൽ ലോ ആണ്. സോ ഇറ്റ്സ് ആൻ ആപ്ലിക്കേഷൻ ഓഫ് ആംപിയർ സർക്യൂട്ടൽ ലോ. അവിടെ നമ്മളൊരു റെക്റ്റാങ്കുലർ ലൂപ്പാണ് ഫിഗറിൽ കാണാം. റെക്റ്റാങ്കുലർ ലൂപ്പിൽ ആംപിയർ സർക്യൂട്ടൽ ലോ ക്യാൻ ബി അപ്ലൈഡ്. And you get uniform magnetic field exists within the solenoid. ആ ഡെറിവേഷൻ 2-3 സ്റ്റെപ്പേ ഉള്ളൂ, അത് നിർബന്ധമായിട്ട് പഠിച്ചിരിക്കുക. BL equal to mu0 I, then BH equal to mu0 I into NH, and finally you will get B equal to mu0 NI. എന്ന് പറയുന്ന നമ്പർ ഓഫ് ടേൺസ് പെർ യൂണിറ്റ് ലെങ്ത് ആണ്. H അവിടെ ലെങ്ത് ആയിട്ടാണ് എടുത്തിട്ടുള്ള ഫിഗർ ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ഇത് ഡിറൈവ് ചെയ്യുന്നത്.
So you'll get uniform magnetic field exists within the solenoid. അടുത്തത് ടൊറോയിഡ് ആണ്. ഇറ്റ്സ് എ സോളിനോയിഡ് ബെൻഡ് ഇൻ ടു സർക്കുലർ ഷേപ്പ്. സർക്കുലർ ഷേപ്പിൽ ബെൻഡ് ചെയ്ത് വെച്ചിട്ടുള്ള സോളിനോയിഡ് തന്നെയാണ് ടൊറോയിഡ് എന്നറിയപ്പെടുന്നത്. ടൊറോയിഡിൻ്റെ കേസിൽ മാഗ്നറ്റിക് ഫീൽഡ് കണ്ടുപിടിക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. ആംപിയർ സർക്യൂട്ട് ലോ ആണ് അപ്ലൈ ചെയ്യുന്നത്. ഇവിടെ വി ഹാവ് കൺസിഡേർഡ് 3 ലൂപ്സ്. ഓക്കെ, ലൂപ്പ് 1, ലൂപ്പ് 2, ലൂപ്പ് 3. ലൂപ്പ് 1 എന്ന് പറയുന്നത് അതിനുള്ളിലാണ്. ദാറ്റ് ഈസ് ഇൻ ദ ഓപ്പൺ സ്പേസ് ഇൻസൈഡ് ദ ടൊറോയിഡ്. ആ ഒരു ലൂപ്പ് ഇറ്റ് ഡസ് നോട്ട് എൻക്ലോസ് കറൻറ്റ്, അതുകൊണ്ട് തന്നെ മാഗ്നറ്റിക് ഫീൽഡ് ഇസ് ഈക്വൽ ടു 0. അപ്പോൾ നമുക്ക് കിട്ടും ഈ ടൊറോയിഡിൻ്റെ ഉള്ളിലുള്ള ഓപ്പൺ സ്പേസിൽ മാഗ്നറ്റിക് ഫീൽഡ് 0 ആണ്. ഇനി അതുപോലെ തന്നെ യു ആർ കൺസിഡറിങ് ലൂപ്പ് 3 ഔട്ട്സൈഡ് ദ ടൊറോയിഡ്. ടൊറോയിഡിന് പുറത്താണ് നമ്മൾ ലൂപ്പ് 3 കൺസിഡർ ചെയ്യുന്നത്. അവിടെയും ആ ലൂപ്പും കറണ്ടിനെ എൻക്ലോസ് ചെയ്യുന്നില്ല. സോ മാഗ്നറ്റിക് ഫീൽഡ് ഔട്ട്സൈഡ് ദ ടൊറോയിഡ് ഇസ് ഈക്വൽ ടു 0. ഇനി ലൂപ്പ് 2 എക്സിസ് വിത്തിൻ ദ ടൊറോയിഡ്. ആ ടൊറോയിഡിൻ്റെ ടേൺസിൻ്റെ ഉള്ളിലാണ് ലൂപ്പ് 2 ഉള്ളത്. അവിടെ ഇറ്റ് എൻക്ലോസസ് കറൻറ്റ്. സോ യു ഗെറ്റ് യൂണിഫോം മാഗ്നറ്റിക് ഫീൽഡ് വിത്തിൻ, ദാറ്റ് ഈസ് B ഈക്വൽ ടു μ0 Ni. അപ്പോൾ സോളിനോയിഡിനുള്ളിലുള്ള ഫീൽഡ് നമുക്ക് കിട്ടിയത് μ0 Ni എന്ന് തന്നെയാണ്. അതേ ഫീൽഡ് തന്നെയാണ് ടൊറോയിഡിനുള്ളിലുള്ളത്. കാരണം ടൊറോയിഡ് എന്ന് പറയുന്നത് സോളിനോയിഡ് തന്നെയാണ്. ഓക്കെ, സോ B ഈക്വൽ ടു μ0 Ni എന്നുള്ള ഇക്വേഷൻ, ഇറ്റ് ഈസ് ദ യൂണിഫോം ഫീൽഡ് ദാറ്റ് എക്സിസ്റ്റ് വിത്തിൻ ദ സോളിനോയിഡ്. അതുപോലെ തന്നെ ദാറ്റ് ഈസ് ദ ഫീൽഡ് ഇൻ ദ ടൊറോയിഡ്. ഇനി മാഗ്നറ്റിക് ഫീൽഡിൻ്റെ ഡയറക്ഷൻ കണ്ടുപിടിക്കാനുള്ള ഒരു റൂള് നോക്കാം. റൈറ്റ് ഹാൻഡ് തം റൂൾ യൂസ് ടു ഫൈൻഡ് ഡയറക്ഷൻ ഓഫ് മാഗ്നറ്റിക് ഫീൽഡ് ഡ്യൂ ടു എ സർക്കുലർ കറണ്ട് ക്യാരിയിങ് വയർ. ഒരു സർക്കുലർ വയർ കൊണ്ടുള്ള ഫീൽഡിൻ്റെ ഡയറക്ഷൻ കാണാനാണ് നമ്മൾ ഈ റൂൾ ഉപയോഗിക്കുക, റൈറ്റ് ഹാൻഡ് തം റൂൾ ഉപയോഗിക്കുക. വാട്ട് ഈസ് ദാറ്റ് റൂൾ നൗ? If you curl the fingers of right hand in the direction of current, then thumb gives the direction of magnetic field. അതായത് വലത് കൈയുടെ റൈറ്റ് ഹാൻഡിൻ്റെ ഫിംഗേഴ്സ് കറണ്ടിൻ്റെ ഡയറക്ഷനിൽ കേൾ ചെയ്ത് കഴിഞ്ഞാൽ then the thumb gives the direction of magnetic field intensity. ഈ റൂള് പഠിച്ചിരിക്കണം. മറ്റൊരു പ്രധാനപ്പെട്ട റൂളാണ് ഫ്ലെമിങ്സ് ലെഫ്റ്റ് ഹാൻഡ് റൂൾ. ദിസ് ഈസ് യൂസ്ഡ് ടു ഫൈൻഡ് ദ ഡയറക്ഷൻ ഓഫ് മാഗ്നറ്റിക് ഫോഴ്സ്. മാഗ്നറ്റിക് ഫോഴ്സിൻ്റെ ഡയറക്ഷൻ കണ്ടുപിടിക്കാൻ യൂസ് ചെയ്യുന്ന റൂളാണ് ഫ്ലെമിങ്സ് ലെഫ്റ്റ് ഹാൻഡ് റൂൾ. എന്താണ് റൂൾ നോക്കൂ. സ്ട്രെച്ച് ദ 3 ഫിംഗേഴ്സ് ഓഫ് ലെഫ്റ്റ് ഹാൻഡ് മ്യൂച്വലി പെർപെൻഡിക്കുലർ സച്ച് ദാറ്റ് forefinger in the direction of field, middle finger in the direction of current or motion of the conductor, then thumb gives the direction of force. Forefinger ഫീൽഡിൻ്റെ ഡയറക്ഷനിലും then middle finger കറണ്ടിൻ്റെ അല്ലെങ്കിൽ മോഷൻ ഓഫ് ദി കണ്ടക്ടർ, ഡയറക്ഷൻ ഓഫ് മോഷൻ ഓഫ് ദി കണ്ടക്ടർ, ആ രീതിയിലും ഹോൾഡ് ചെയ്ത് കഴിഞ്ഞാൽ തമ്പ് gives the direction of force acting on the കണ്ടക്ടർ. അപ്പോൾ ഈ ഒരു റോളും പഠിച്ചിരിക്കണം. സ്റ്റേറ്റ്മെൻറ്റ് ചോദിക്കാം, അല്ലെങ്കിൽ ഇതൊരു ആപ്ലിക്കേഷനായിട്ട് ചോദിക്കാം. തന്നിട്ടുള്ള കാര്യങ്ങളെല്ലാം ഉപയോഗിച്ചുകൊണ്ട് ഫോഴ്സിൻ്റെ ഡയറക്ഷൻ ഏതാണെന്ന് കണ്ടുപിടിക്കാൻ ചോദിക്കാം. അപ്പോൾ ഇന്നത്തെ ക്ലാസ് നിങ്ങൾക്ക് വളരെ യൂസ്ഫുൾ ആയിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ബെല്ലൈക്കൺ കൂടി പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഇനിയുള്ള ക്ലാസ്സുകളുടെ നോട്ടിഫിക്കേഷൻ നിങ്ങളുടെ ഫോണിൽ ലഭിക്കുന്നതാണ്. താങ്ക്